തന്റെ പ്രിയതമയെ സഹായിക്കുന്ന അച്ചുവിനെ നമുക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റും. ഓ ലീം, എനിക്കും ഈ ഫ്രെയിമിലാണ് കാണാൻ പറ്റിയത്. എടാ നിങ്ങൾക്കൊക്കെ ഉള്ളൊരു മെച്ചം അറിയോ? നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ളതല്ലേ, നിങ്ങളെ കുട്ടികളുണ്ടാവുമ്പല്ലേ വ്ളോഗിൽ കാണിച്ചു കൊടുക്കടോ അല്ലേ? അതുണ്ടാവും അല്ലേ? അതൊരു സത്യമല്ലേ. ഇപ്പൊ നമ്മളെപ്പാരും ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലത്തിൽ എവിടെയൊക്കെ പോയിക്കണ്, എന്തൊക്കെ ചെയ്തിക്കണ് എന്നുള്ളൊരു ഐഡിയയും ഞമ്മക്കില്ല. അപ്പം നമ്മളെ വരുന്ന കുട്ടികളൊന്നും അങ്ങനെ ആവൂല. കുട്ടികൾക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്താല് കാണാം നമ്മളിങ്ങനെ മിക്കിന്റെ പണികൾ കുറച്ച് കാണിച്ചു ഫുള്ളായന് നബിലെ അതിനെ കൈയിട്ട് ഇങ്ങനെ കിളുമ്പണത് ഇങ്ങോട്ട് നോമ്പറക്കാൻ പോയില്ല. ഇജ്ജ് വിളിച്ചോണ്ട് ഇന്ന് ഞാൻ വരും എന്നിട്ട് അപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ വന്നാ മതി. ഇപ്പച്ചി വരാറുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആക്കി തരാറുണ്ട്. ഇപ്പച്ചിക്ക് എന്താ വെച്ചാൽ കംഫോർട്ട് സോണ് ആ നിസ്കാരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാവൂലേ, അതിന്റെ ഒരു ഇതാണ്. അല്ല എന്നാലും പെരി തന്നെ എന്തെങ്കിലും ചെന്നിട്ട് അപ്പം മാര്യപസ്കാരത്തിനൊന്ന് പള്ളിക്ക് പോയി കറക്റ്റ് ആൾക്കാർക്ക് ഭയങ്കര വിഷയമാണ്. ഈ വാപ്പന്മാരുടെ റൊട്ടീൻ നമുക്കൊന്നും എങ്ങനെ മാറ്റാൻ കഴിയില്ല. കാരണം ഓലുണ്ടല്ലോ വാശിപ്പുറത്ത് ആ റൂട്ടീൻക്ക് ആവാനും പറ്റില്ല, ഓല് നമ്മളെ റൂട്ടീൻക്കും ആവില്ല. ആടാ എവിടേക്കും വരുമൊന്നുമില്ല നമ്മളപ്പം അല്ലെ. വെച്ചാലേ കാര്യങ്ങൾ ഒരു തിരക്കും ഉണ്ടാവില്ല. 4 മണി പരിയിൽ വെറുതെ ഇരിക്കാവും എല്ലാരും പാരും. എന്നാലും ഇങ്ങനെ അതിപ്പോ വന്നാ എപ്പോഴാ തിരിച്ചു വരാ? പോണതിന് മുന്നേ എന്താ ചോദിക്കാരോ, എപ്പോഴാ തിരിച്ചു വരാ? ആണോ ഇന്നോട് തുറവിന്റെ അറിവ് തന്നെ എപ്പോഴാ കയ്യാ? അതാണ് ചോറൊക്കെ പറയുമ്പോ നോമ്പൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ വന്നിട്ട് നേരെ കിടന്നുറങ്ങിട്ടോ. ക്ഷീണം ഉഷ്ണം നബീലെ കുറച്ച് ഐസ് ക്യൂബ് കൊണ്ടുവരണം. നബീലെ ഐസ് ക്യൂബ് ബാ. അല്ല എന്താ പറയാ, നിങ്ങളൊക്കെ കുടിച്ചാലും നിങ്ങളെന്നെ ജ്യൂസ് കുടിച്ചില്ല, ജ്യൂസിന് മധുരം ഉണ്ടാവില്ല, അല്ല തണുപ്പുണ്ടാവില്ല. നബീലെ 2 കുറ്റി ഐസ് ക്യൂബ്. നബീലെ 2 കുറ്റി ഐസ് ക്യൂബ്. സ്കൂട്ടി ഉണ്ടാവും തോന്നുന്നു ഇവിടെ. ഇഫ്ര സ്കൂട്ടി മല്ലെന്ന് ഇഫ്രന്റെ സ്കൂട്ടി ഉണ്ട്. കൂൾ ഇതാണ് ബാസിലിന്റെ റിസോർട്ടിലെ കിണർ കേട്ടോ. കിണറിന്റെ ചുറ്റും മിക്ക എത്ര ആളെ കൊള്ളും? കുറച്ച് ഒരു തൂണി അടിക്കൂലേ? 25 ആള് ഇങ്ങനത്തെ ഒന്നുകൂടെ അടിക്കും. ഒരു സൈഡ് 12 ആള് പോവും പോലെ ഇത് നമ്മള് എങ്ങനത്തെ ഒരു തീമിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്? അറബിക് തീം. ആ തീമൊക്കെ ഇത് വരും തീർച്ചയായിട്ടും. ഫുൾ മൊറോക്കൻ കേജുകളുണ്ടല്ലോ മുകളിൽ. നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മിക്കി പറഞ്ഞാ? അപ്പം ഇന്ന് നടത്തിയ ഇവന്റിനെ കുറിച്ച് ബി ഇവന്റ്സിന്റെ സൈഡിൽ നിന്നും എടവണ്ണ ബി ഇവന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ള പന്തല് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവന്റ്സിന്റെ ഇടയിൽ നിന്നും സംസാരിക്കാൻ ഇവന്റ് ഓണർ ബി ഇവന്റ്സിന്റെ ബിൻസി ഇവന്റ്സിന്റെ ഓണറും നമ്മുടെ കൂട്ടുകാരനും സർവോപരി സൽഗുണ സമ്പന്നനും ചാമ്പൽ വിദഗ്ധനുമായ മിക്കിയെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് അതിനൊരു റെഫറൻസ് അയച്ചു തന്നു. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീലിന്റെ റെഫറൻസ് അയച്ചു തന്നു. അത് വെച്ചിട്ടൊരു അറബിക് തീം ആ ഒരു സെയിം എക്സൈറ്റിംഗ് അയച്ച അതേ മോഡലിൽ റെഡ് വേണമെന്ന് പറഞ്ഞു. ആ റെഡിൽ അതേ തീമിൽ തന്നെ ചെയ്തത്. ഒരു 25 ആൾക്ക് ഇരിക്കാൻ പറ്റിയ സെറ്റിങ്സ്, ലൈറ്റിങ്ങും. അപ്പം ലൈറ്റിംഗ് ഉണ്ടോ? 4 ഭാഗത്തുനിന്ന് ലൈറ്റിങ്ങിന് ആവശ്യമായി 4 ലൈറ്റ് മിക്കി കൊടുത്തിട്ടോ. 4 ഭാഗത്തുനിന്നും നമ്മൾ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ പോലെ ചെയ്തുതരാ എന്നുള്ളതാണ് ബി ഇവന്റ്സ് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ സഹായം കേട്ടോ. 4 ഭാഗത്തുനിന്ന് ലൈറ്റ് വേണം പറഞ്ഞു. 4 ഭാഗത്തുനിന്ന് ലൈറ്റ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ പന്തലിന്റെ ഭംഗി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും എത്രത്തോളം സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊറോക്കൻ എന്താണ് ലൈറ്റ് ചെയ്തിട്ടുള്ളത്? മൊറോക്കൻ കേജ്. അതാണ് മൊറോക്കൻ കേജുകൾ കണ്ടോ. മൊറോക്കൻ കേജ് ലൈറ്റ്സുകളാണ്. മൊറോക്കൻ തീമിൽ വരുന്ന കേജ് ലൈറ്റ്സ് ആണ് ഇന്ന് മിക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവും. രാത്രിയാണ് അതിന്റെ രസം ഉണ്ടാവുക. രാത്രി ലൈറ്റ് കത്തിയാൽ വേറെ മൂഡ് പോകും. മൊത്തം തീമാണ് മാറും. ഇതോ ക്യാൻഡിൽ ഡിന്നർ ടേബിൾമേ സെന്റർ മൊത്തം ക്ലോത്ത് കൊടുത്തിട്ട് റെഡ് ക്ലോത്ത് കൊടുക്കും, ഫ്ലവറും ക്യാൻഡിൽസും കൊടുക്കും. അത് പൊളിക്കും. മൊത്തത്തിൽ ഒരു റോയൽ തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്ന് പൊളിക്കും നമ്മള്. അതായിരിക്കും
ബസ്സിലെ തിരുമ്പാങ്കല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങള്? അപ്പം ഇരിക്കണ ഒരു സാധനമാക്കി മാറ്റാൻ നിന്നിട്ടുള്ളൂ, സമയം കിട്ടിയില്ല. മറ്റേത് റിസോർട്ടിലും ഇല്ലാത്ത സെറ്റപ്പാണ് തിരുമ്പാങ്കല്ല് കേട്ടോ. തിരുമ്പാങ്കല്ല് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. തിരുമ്പാങ്കല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ അടുത്ത് തന്നെ പൈപ്പ്, 2 പൈപ്പുകളും ഉണ്ട് അപ്പുറത്ത് കേട്ടോ. അതായത് ഒരു നാച്ചുറൽ മൂഡ് വരിക, തിരുമ്പി കുളിച്ച് മാറ്റി. അതായത് നാടൻ. പിന്നെ കിണറിന് തൊട്ടിയും കപ്പിക്ക് അതും ഉണ്ട്, മുക്കിയാണ്ട് അതായത് അങ്ങനെ വിളിച്ച പഴമയിലേക്ക് ഒരു തിരിച്ചു പോകും. പശുക്കളെ കാണാ, പശുക്കള് മറ്റേ പാല് തരും. അതുപോലെ തന്നെ അരയന്നങ്ങൾ എന്ത് ചെയ്യും, ടൈം ആകുമ്പോ പെടഞ്ഞു പോകും. അല്ലണ്ട് വ്ളോഗില്. ഇന്നാണെങ്കിൽ എല്ലാം ഒന്നും ചെയ്തു വ്ളോഗില് കറക്റ്റ്. ഇങ്ങനെ എന്തോ ഭാഗ്യം. ഈ റിസോർട്ട് തുടങ്ങി ആദ്യമായിട്ടാണ്